അടുത്ത മാസം ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപിന്റെ വിദേശ സന്ദർശനങ്ങൾ വലിയ രീതിയിൽ ഉറ്റുനോക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് വിദേശ മാധ്യമമായ ആക്സിയോസ് ഈ നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് മാധ്യമ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 15 മുതൽ 17 വരെ ഫ്രാൻസിലെ ഏവിയൻ ലെ ബെയിൻസിൽ വെച്ചാണ് ഇത്തവണത്തെ G7 യോഗം നടക്കാൻ പോകുന്നത്. അമേരിക്കയിൽ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങളുടെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിക്കുക, നിർണായക ധാതു വിതരണ ശൃംഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യം കുറയ്ക്കുക തുടങ്ങിയ തന്ത്രപ്രധാനമായ ആഗോള വിഷയങ്ങൾ ട്രംപ് ഈ വേദിയിൽ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവയ്ക്ക് പുറമെ മയക്കുമരുന്ന് കടത്ത്, അന്താരാഷ്ട്ര കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം എന്നിവ തടയുന്നതിനെക്കുറിച്ചും ആഗോള വ്യാപാര കയറ്റുമതി വർദ്ധിക്കുന്നതിനെക്കുറിച്ചും US പ്രസിഡന്റ് സംസാരിക്കും. വ്യാപാര മേഖലയിലെ നിയന്ത്രണ തടസ്സങ്ങൾ കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള ഊർജ്ജ ഉൽപാദനം കൂട്ടുക തുടങ്ങിയവയും ട്രംപിന്റെ പ്രധാന അജണ്ടകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഉച്ചകോടിയിൽ വെച്ച് ഔദ്യോഗികമായ വലിയ കരാറുകളൊന്നും ഉടനടി ഒപ്പുവച്ചേക്കാനുള്ള സാധ്യത ഇല്ലെങ്കിലും വിവിധ രാജ്യങ്ങളുമായി ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള തന്ത്രപ്രധാനമായ ധാരണകൾക്ക് ആവശ്യമായ ഒരു സമവായം രൂപീകരിക്കാനാണ് വൈറ്റ് ഹൌസ് പ്രധാനമായും ശ്രമിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ഇറാൻ അജണ്ടയിൽ ഉണ്ടാകുമെങ്കിലും ട്രംപ് ബിസിനസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നിക്ഷേപകർക്കും അതോടൊപ്പം തന്നെ സ്വീകർത്താക്കൾക്കും പ്രയോജനകരമായ തീരുമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക സാമ്പത്തിക മാന്ദ്യം, അമേരിക്ക ചൈന വ്യാപാര ബന്ധം, യുക്രൈൻ യുദ്ധം, അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രണം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളാണ് ഇത്തവണ പ്രധാന ചർച്ചാ വിഷയമാവുക. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളും അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും രൂപപ്പെടാൻ സാധ്യത ഉള്ള വേദിയായതിനാൽ G7 ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഫ്രാൻസ് സുരക്ഷാ ക്രമീകരണങ്ങളും നയതന്ത്ര ചർച്ചകളും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ട്രംപിന്റെ സാന്നിധ്യം ഇത്രയേറെ ശ്രദ്ധ അല്ലെങ്കിൽ ഇത്രയേറെ ചർച്ചാ വിഷയമാവുന്നത് എന്നാണ്. ട്രംപിന്റെ വിദേശ നയ നിലപാടുകൾ മുൻകാലങ്ങളിൽ G7 അംഗരാജ്യങ്ങളുമായി പല ഭിന്നതകളും സൃഷ്ടിച്ചിരുന്നു. വ്യാപാര നികുതി, നാറ്റോ പ്രതിരോധ ചെലവ്, ചൈനയോടുള്ള സമീപനം, കാലാവസ്ഥാ കരാറുകൾ എന്നിവയിൽ ട്രംപ് കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. അതിനാൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ചർച്ചകളിൽ ട്രംപിന്റെ സാന്നിധ്യം വീണ്ടും ശക്തമായ ഒരു രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ. G7 ഉച്ചകോടിക്ക് ഫ്രാൻസിനാണ് ആതിഥ്യം വഹിക്കുന്നത്. 15 മുതൽ 17 വരെ, അതായത് ജൂൺ 15 മുതൽ 17 വരെ ഏവിയനിലെ ബേന നഗരത്തിലാണ് സമ്മേളനം നടക്കാൻ പോകുന്നത്.